everyone, welcome back to Text by Miranda. നമ്മൾ സെലീനിയത്തിലെ ഒരുവിധം എല്ലാ ബേസിക് മൊഡ്യൂൾസിനെ കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് എങ്ങനെ എലമെന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാം, അവരുടെ ഡിഫറെന്റ് എലമെന്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി പോകുന്നത് ഫ്രെയിംവർക്ക് ആണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെലീനിയത്തിലെ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫ്രെയിംവർക്കിലോട്ട് നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു രണ്ട് കുഞ്ഞു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് പേജ് ഒബ്ജക്ട് മോഡൽ അല്ലെങ്കിൽ POM, അതുപോലെ മറ്റൊരു കാര്യം പേജ് ഫാക്ടറി. സോ ഇത് രണ്ടും എന്താണ്, അതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് പഠിക്കാം. അതായിരിക്കും ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അങ്ങനെയാണെങ്കിൽ. പിന്നെ അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Let's start with page object model or POM. So what is POM? POM എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പേജ് ഒബ്ജക്ട് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിസൈൻ പാറ്റേൺ. അതായത് നമ്മുടെ ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് POM എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ POMനത് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിൽക്കുള്ള ക്ലാസ് ഫയൽസ് കാണുമല്ലേ, ഒറ്റ ഒരു ജാവ ഫയൽ ആയിരിക്കത്തില്ല, ഒന്നിക്കുള്ളിൽ കാണും. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ വെബ് പേജിന്റെ ഓരോരോ വെബ് പേജിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫേസ്ബുക്കിന്റെ പേജ് ഓട്ടോമേറ്റ് ചെയ്യണം, അതിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ലോഗിൻ പേജ് ഉണ്ടാവും, ഒരു രജിസ്ട്രേഷൻ പേജ് ഉണ്ടാവും, അല്ലെങ്കിൽ സൈൻ അപ്പ് പേജ് ഉണ്ടാവും, പിന്നെ ഒരു ഹോം പേജ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോരോ പേജസിനും സെപ്പറേറ്റ് നമ്മൾ ക്ലാസ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഇതെല്ലാം ഒറ്റൊരു ഫയലിനകത്ത് എഴുതി കൊടുക്കാം. സോ ഓരോന്നിന്റെ യൂസ് അനുസരിച്ച് എക്സാമ്പിൾ ലോഗിൻ ഡോട്ട് ജാവ കൊടുക്കാം, സൈൻ ഡോട്ട് ജാവ കൊടുക്കാം, ഹോം ഡോട്ട് ജാവ കൊടുക്കാം, കോൺടാക്ട് ഡോട്ട് ജാവ കൊടുക്കാം, അങ്ങനെ അല്ലെ. അങ്ങനെ നമുക്ക് യൂസ് അനുസരിച്ച് നമുക്ക് അല്ലെങ്കിൽ ഓരോ വെബ് പേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്ലാസ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് POM മോഡലിലെ ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് എലമെന്റ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യത്തില്ലേ. അതായത് ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ബട്ടനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, പിന്നെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതുണ്ടാവും, അതിനെ ലൊക്കേറ്റ് ചെയ്യണം, പിന്നെ ഡ്രോപ്പ് ഡൗൺസ്. അപ്പൊ ഇങ്ങനെയുള്ള എലമെന്റ്സിനെല്ലാം കൂടെ നമ്മുടെ ഈ ടെസ്റ്റ് ക്ലാസ്സിനുള്ളിൽ തന്നെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതിനെല്ലാം കൂടെ ഒരു റെപ്പോസിറ്ററി ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഫയൽസ് ആയിട്ട് കൊടുക്കുന്നു. അത് രണ്ടാമത്തെ ഒരു എന്താ പറയാ ഒരു ഫീച്ചറാണ് നമ്മുടെ POMനകത്തെ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഫയൽസ്, നമ്മുടെ ഈ ക്ലാസ് ഫയൽസ് മാത്രമല്ലാണ്ട് നമുക്ക് വേറെ ഫയൽസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ടെസ്റ്റ് ക്ലാസ്സസ് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടെസ്റ്റ് എഞ്ചിൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത സെഷൻസ് തൊട്ട്. അപ്പൊ അതൊരു ഫ്രെയിംവർക്ക് ആണ്. സോ ടെസ്റ്റ് എഞ്ചിക്ക് കുറച്ച് ഫയൽസ് ഉണ്ട്, അനോട്ടേഷൻസ് ഒക്കെ വരുന്നത്. സോ അങ്ങനെയുള്ള ഫയൽസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ടെസ്റ്റ് ക്ലാസ്സസ് ആയിട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ചിലപ്പോൾ എക്സൽ ഫയൽസ് കാണാം. സോ ഈ എക്സൽ ഫയൽസിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ചില കോഡൊക്കെ എഴുതി കൊടുക്കുന്ന ക്ലാസ്സസ് കാണാം. അതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് വേറൊരു പാക്കേജ് അല്ലെങ്കിൽ ഫോൾഡറിലായിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പ്രോപ്പർട്ടീസ് ഫയൽസ്, ഈ പ്രോപ്പർട്ടീസ് ഫയൽസിനകത്ത് നമ്മൾ പൊതുവെ കൊടുക്കാറ് പാത്സ്. അതായത് ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിനെ ആക്സസ് ചെയ്യാൻ അതിന്റെ പാത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ക്രോം ഡ്രൈവർക്ക് ഉണ്ടാകത്തില്ലേ, അതിന്റെ പാത്തൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാം. സോ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ഈ പാത്തിന് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മുടെ കോഡിനകത്ത് പോയിട്ട് നമ്മൾ തപ്പി കണ്ടുപിടിച്ച് അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മുടെ ജസ്റ്റ് ഈ പ്രോപ്പർട്ടീസ് ഫയലിൽ പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, എന്താണ് ഈ പ്രോപ്പർട്ടീസ് ഫയൽ, എന്തൊക്കെയാണ് ഈ പറയുന്നത്. സോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾ തൊട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ടെസ്റ്റ് എഞ്ചിൻ ഫ്രെയിംവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് പഠിക്കാം ഇത് ഓരോന്നും എങ്ങനെ പ്രോപ്പർട്ടീസ് ഫയലിനെ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇങ്ങനെയുള്ള നമ്മുടെ യൂസസ് അനുസരിച്ച് ഈ ഓരോ ഡിഫറെന്റ് ഫയൽസിനെ നമ്മൾ ഡിഫറെന്റ് ഫോൾഡേഴ്സിലായിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ സ്ട്രക്ചർ കിട്ടും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചർ എന്നുള്ളത് ഞാൻ നമ്മുടെ ഈ വീഡിയോ സെഷൻ ശേഷം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്യുകയാണ് എന്താണ് ഇതിന്റെ യൂസസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇതിന്റെ യൂസ് എന്നാണ് നമുക്ക് നോക്കാം. അതായത് ബെനിഫിറ്റ്സ് ഓഫ് പേജ് ഒബ്ജക്ട് മോഡൽ. POM മോഡലിന്റെ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫ്രെയിംവർക്കിലെ ടെസ്റ്റ് ക്ലാസ് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെന്നാന്ന് പറയാം. നമ്മളിപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. അതായത് നമ്മുടെ ഒബ്ജക്ട് റിപ്പോസിറ്ററി, അല്ലെങ്കിൽ നമ്മൾ എലമെന്റ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യത്തില്ലേ, അതായത് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കത്തില്ലേ, അതായത് ടെക്സ്റ്റ് ബോക്സോ ബട്ടൺസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒബ്ജക്ട്സിനെ നമ്മൾ സെപ്പറേറ്റ് റെപ്പോസിറ്ററി ആയിട്ട് അല്ലെങ്കിൽ വേറെ ഫയൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരിക്കലും ഈ ടെസ്റ്റ് ക്ലാസ്സിനുള്ളിൽ തന്നെ അല്ല കൊടുത്തു പോകുന്നത്. സോ ഈ ടെസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞൊരു കോമൺ ഫയൽ നമുക്ക് എവിടെ വേണ്ടി യൂസ് ചെയ്യാം. സോ നമുക്ക് വേറൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ക്ലാസ്സസ് നമുക്ക് അങ്ങോട്ട് വേണം യൂസ് ചെയ്യാം. കാരണം ഈ എലമെന്റ്സ് നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു പേജിലല്ല, സെപ്പറേറ്റ് ക്ലാസ്സിലാണ്. സോ റീയൂസബിലിറ്റി നമുക്ക് ഇതിനകത്ത് സാധ്യമാകുന്നുണ്ട്. മറ്റൊരു യൂസ് ആണ് കോഡ് മെയിൻറ്റൈനബിലിറ്റി. കോഡ് മെയിൻറ്റൈനബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
നമുക്ക് എപ്പോഴെങ്കിലും അല്ലെ, നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ചേഞ്ചസ് എപ്പോഴും വന്നോണ്ടിരിക്കും അല്ലേ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കോഡിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പോം സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് നമ്മുടെ എങ്കിൽ നമുക്ക് പോയിട്ട് എല്ലാ ഫയലും കൂടെ വാരിയിട്ട് തപ്പി കോഡൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് എവിടെയാണോ, ഫോർ എക്സാമ്പിൾ നമുക്ക് ലോഗിൻ പേജിൽ മാത്രം ചേഞ്ച് വരുത്തിയാൽ മതിയെങ്കിൽ ജസ്റ്റ് ആ ലോഗിൻ എന്നുള്ള ഒരു പേജിന്റെ മാത്രം ചെയ്താൽ മതി. നമുക്ക് ബാക്കി ഫയൽസിലൊന്നും തൊടുക പോലും വേണ്ട, അതിനുള്ള ആവശ്യം വരുന്നില്ല. സോ നമുക്ക് അങ്ങനെ മെയിൻ്റെനൻസ് ഒന്നുകൂടെ ഈസി ആയിട്ട് നടക്കുന്നു ഇഫ് യു ആർ യൂസിങ് പോം മോഡൽ. രണ്ടാമത്തെ യൂസ് ആണ് റീഡബിലിറ്റി. അതായത് ഇപ്പൊ നമ്മുടെ ഒരു പ്രൊജക്റ്റില് നമ്മൾ ഒറ്റൊരാൾ മാത്രമല്ല വർക്ക് ചെയ്യുന്നത് അല്ലെ, ഒരുപക്ഷെ നമ്മുടെ മറ്റു കൊളീഗ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പുതിയൊരാൾ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് നമുക്ക് ഡയറക്റ്റ് ഓർന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളൊരു പോം മോഡലാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് അത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് റീഡബിൾ ആയിരിക്കും കോഡ്. അതായത് ഇപ്പം അവർക്ക് ലോഗിൻ ഡോട്ട് ജാവ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി ദിസ് ഫയൽ ഇസ് ഫോർ ലോഗിൻ പർപ്പസ്. അപ്പോൾ അതിന്റെ കറസ്പോണ്ട് ടെസ്റ്റ് ക്ലാസ് വേറെ ഉണ്ടായിരിക്കും, ലോഗിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് ഫോർ ടെസ്റ്റിംഗ് പർപ്പസ്. അതുപോലെ ഡാഷ്ബോർഡ് ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പേജ് ഉണ്ടാവും, അതിന്റെ ഓരോക്കെ. പിന്നെ എക്സൽ യൂട്ടിലിറ്റി ഫയൽസ് വേറെ ഉണ്ടാകും. പിന്നെ പ്രോപ്പർട്ടി ഫയൽസ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അവിടെയാണ് പാത്ത് ഒക്കെ കൊടുക്കുക. അപ്പൊ അത് അങ്ങനെ ഒരു റീഡബിലിറ്റി നടക്കും, കുറച്ചുകൂടെ ഈസി ആയിട്ട് നടക്കും നമ്മൾ പോം മോഡൽ ഫോളോ ചെയ്യുന്നെങ്കിൽ. പോം ഒബ്ജക്ട് മോഡലിലെ ഫ്രെയിംവർക്കിന്റെ ഫയൽ സ്ട്രക്ചറാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇമേജ് പോലെ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഫ്രെയിംവർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് അതിലെങ്ങനെ നമുക്ക് ഈ ഓരോ സെപ്പറേറ്റ് ഫയൽസ് അണ്ടർ ഡിഫറെൻറ്റ് പാക്കേജസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ആക്ച്വലായിട്ട് തന്നെ കാണാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു സ്ട്രക്ചർ മാത്രം ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഫ്രീ CRM ടെസ്റ്റ് എന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ഫയൽസ്, ഒരുപാട് ഫോൾഡേഴ്സ് ഒക്കെ. അതൊക്കെ എന്താണെന്ന് പറയാം, നമ്മൾ കോമൺലി ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ പൊതുവെ നമ്മുടെ ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുക. എന്നുവെച്ചാൽ ഇതേപടി തന്നെ വേണമെന്നല്ല പറയുന്നത്, പക്ഷേ ഏകദേശം ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ഫ്രെയിംവർക്ക് ഒന്ന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും റീഡബിൾ ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രക്ചർ എന്ന് പറയാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആദ്യം തന്നെ ഒരു com.crm.qr.base എന്ന് കൊടുത്തേക്കുന്നത്. ആ ഒരു പാക്കേജിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ടെസ്റ്റ് ബേസ് ക്ലാസ് കൊടുക്കുക. സോ അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ വരും, വാട്ട് ഈസ് ടെസ്റ്റ് ബേസ്. ടെസ്റ്റ് ബേസ് അല്ലെങ്കിൽ ബേസ് ടെസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് ഫയലിനകത്തായിരിക്കും നമ്മൾ നമ്മുടെ ഡ്രൈവറിൻ്റെ സെറ്റപ്പ് കൊടുക്കുക, അല്ല വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡ് കൊടുക്കുക, വിൻഡോ ക്ലോസ് ചെയ്യാനുള്ള കോഡ് കൊടുക്കുക, പിന്നെ എന്താ സ്ക്രീൻഷോട്ട്സ് എടുക്കാനുള്ള കോഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള കോമൺ ആയിട്ട് നമുക്ക് മറ്റ് ഫയൽസിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ എക്സിക്യൂഷൻ്റെ സ്റ്റാർട്ടിങ് വരേണ്ട കോഡ്സ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ബേസ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ബേസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫയലിനകത്തായിരിക്കും. അപ്പോൾ അത് എല്ലായിടത്തും തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫയലാണത്. അതാണ് ഈ ഒരു ബേസ് എന്നുള്ള ആ ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഒരു കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു പാക്കേജ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഫയലാണ് വരുന്നത്, config.properties. അത് ജാവ ഫയൽ അല്ല, .properties ആണ് അതിൻ്റെ എക്സ്റ്റൻഷൻ, മറക്കരുത്. സോ ഈ പ്രോപ്പർട്ടീസ് ഫയലിനകത്തായിരിക്കും നമ്മളുടെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ലൈക്ക് നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ പാത്ത് കൊടുക്കുന്നത്, ഫയലിൻ്റെ പാത്ത് കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ URL ഉണ്ടല്ലോ അതിന് ലിങ്ക് കൊടുക്കുന്നത്, ഇതൊക്കെ ഈ പ്രോപ്പർട്ടീസ് ഫയലിനകത്തായിരിക്കും കൊടുക്കുക. അടുത്താണ് പേജസ് എന്നൊരു ഫോൾഡർ. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഓരോ വെബ് പേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് കൊടുക്കാൻ്റെ നമ്മൾ പേജ് ഒബ്ജക്ട്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ കാണാൻ പറ്റും ടെസ്റ്റ് ഡാറ്റ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ എക്സൽ ഷീറ്റ്സ്, അതായത് നമ്മളിപ്പം ഒരു എന്താ പറയുക, നമ്മൾ ഇൻപുട്ട് ഡാറ്റ കൊടുക്കുന്നത് ഒരു എക്സൽ ഷീറ്റ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ ആ എക്സൽ ഷീറ്റിനകത്ത് നമുക്ക് ഓരോരോ വാല്യൂസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ലോഗിൻ പേജ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ഓഫ് യൂസർ നെയിം പാസ്വേഡും കൊടുക്കാം അല്ലേ. സോ അതൊക്കെ നമുക്ക് ഓരോ തവണ നമ്മുടെ കോഡിനകത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കൊരു എക്സൽ ഷീറ്റിനകത്ത് കീപ്പ് ചെയ്തിട്ട് അത് നമുക്ക് കോൾ ചെയ്താൽ മതി. സോ ആ എക്സൽ ഷീറ്റ് നമുക്ക് ഇതുപോലൊരു ഫോൾഡർ ഉണ്ടാക്കി ടെസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കീപ്പ് ചെയ്താൽ മതി. അതാണ് ടെസ്റ്റ് ഡാറ്റ എന്നുള്ള ഫോൾഡറിൻ്റെ അല്ലെങ്കിൽ പാക്കേജിൻ്റെ യൂസ്. പിന്നെ കാണാം ഒരു യൂട്ടിൽ എന്നുള്ളൊരു ഫോൾഡർ വന്നിരിക്കുന്നത്. അവിടെ നമുക്കിവിടെ യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ ലിസണേഴ്സ് ഒക്കെയാണ് വരുന്നത്. അതൊക്കെ നമുക്ക് ഫ്രെയിംവർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് റിപ്പോർട്ട് ലിസണേഴ്സ്, റിപ്പോർട്ട്സിൻ്റെയൊക്കെ നമുക്ക് ഓൾറെഡി ടെസ്റ്റിന് യൂസ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് അതിൻ്റേതായിട്ടൊരു ബ്യൂട്ടിഫുൾ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അത് കൂടാണ്ട് ഇപ്പം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും റിപ്പോർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് ലിസണേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ടുള്ള ഫോൾഡറാണ് ഈ കൊടുത്തേക്കുന്നത്.
ഇതൊക്കെ ഓപ്ഷനിലാണ്. നമ്മുടെ പ്രൊജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇല്ല ചുമ്മാ അതൊന്നും ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാണാൻ പറ്റും നമുക്ക് ടെസ്റ്റ് കേസസിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് കൊടുത്തേക്കുന്നത്. അതൊരു ടെസ്റ്റ് എന്നുള്ളൊരു ഫോൾഡറിന്റെ അണ്ടറിലാണ് വരിക. അപ്പം @ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റിൻ്റെ അകത്ത് ഒരു അനോട്ടേഷൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ആ ക്ലാസ് ഫയൽസ് എല്ലാം വരുന്നത് ഈ ഒരു പാക്കേജിനുള്ളിലായിരിക്കും. പിന്നെ കുറച്ച് റിസോഴ്സസ് ഫയൽ ലൈക്ക് XML ഫയൽസ് ഒക്കെയാണ്. അതൊക്കെ നമ്മുടെ യൂസേഴ്സ് പോലെ ഇരിക്കും, മാൻഡേറ്ററി ആയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. ഇതാണ് നമ്മുടെ POM അല്ലെങ്കിൽ പേജ് ഒബ്ജക്ട് മോഡലിന്റെ ഒരു ഫയൽ സ്ട്രക്ചർ. Next, let's see what is page factory in Selenium. Page factory എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്ലാസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലീനിയത്തിലെ പേജ് ഒബ്ജക്ട് ഡിസൈൻ പാറ്റേണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട ഒരു ക്ലാസ് ആണ് പേജ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പേജ് ഫാക്ടറിയിൽ ഇനിറ്റ് എലമെന്റ്സ് ഒരു മെത്തേഡും അതുപോലെ @find by എന്ന് പറഞ്ഞ ഒരു അനോട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പേജ് ഫാക്ടറി ഇംപ്ലിമെന്റ് ചെയ്യാൻ പഠിക്കാം. അപ്പൊ നമുക്ക് കോഡിലോട്ട് പോകാം. നമുക്ക് പേജ് ഫാക്ടറിയുടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം കാണാം. അതിനായിട്ട് ആമസോണിന്റെ പേജാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോം പേജ് വരുമ്പോൾ ഇവിടെ ഇന്ത്യ എന്നൊരു ടെക്സ്റ്റ് കണ്ടോ, ആ ഇന്ത്യ എന്നുള്ള ടെക്സ്റ്റ് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അതുപോലെ രണ്ടാമത് നമ്മൾ ഈ ഒരു സെർച്ച് ബാറിൽ മൊബൈലല്ല വേറൊരു ഇവിടെ വെച്ചിട്ട് ഹെഡ്ഫോൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. then it will redirect to this page. Okay, that's it. So ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പേജ് ഫാക്ടറി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പേജ്. എൻ്റെ പേര് ആ ക്ലാസ് ഫയലിൻ്റെ പേരാണ് പേജ് ഫാക്ടറി മെയിൻ. സോ ഞാൻ ഇതിനായിട്ടൊരു സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള രണ്ട് ക്ലാസ്സസ് ആണ്. ഒന്ന് പേജ് ഫാക്ടറി ക്ലാസ് ഡോട്ട് ജാവയും രണ്ട് പേജ് ഫാക്ടറി മെയിൻ ഡോട്ട് ജാവയും. സോ ഇതാണ് പേജ് ഫാക്ടറി മെയിൻ ഡോട്ട് ജാവ. ഇവിടെയാണ് നമ്മുടെ മെയിൻ മെത്തേഡ് വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ കാണാൻ പറ്റും നമ്മൾ രണ്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പേജ് ഫാക്ടറി ക്ലാസ് എന്നുള്ള മറ്റേ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത് സ്റ്റാറ്റിക് ആണ്. അതുപോലെ തന്നെ വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതും സ്റ്റാറ്റിക് ആണ്. ഓക്കെ, ദെൻ മെയിൻ മെത്തേഡിലോട്ട് വരുന്നു. ഇവിടെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ക്രോം ഡ്രൈവറിനെ സെറ്റപ്പ് ചെയ്യുന്നു, ഇനിഷ്യലൈസ് ചെയ്യുന്നു ഡ്രൈവറിനെ. ദെൻ നമ്മൾ ഒരു ടൈം യൂണിറ്റ്, ഒരു 10 സെക്കൻഡ് ടൈം യൂണിറ്റ് ഡിലേ കഴിഞ്ഞിട്ട് വെയിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ആമസോണിന്റെ URL കൊടുക്കുന്നു. പിന്നെ വിൻഡോ ഒന്ന് മാക്സിമൈസ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, test_home_page എന്ന് പറഞ്ഞിട്ട്. സോ ആ മെത്തേഡ് ഞാൻ ഇവിടെ കോൾ ചെയ്യുകയാണ്. ഇവിടെയാണ് ആ മെത്തേഡിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഈ മെത്തേഡിലോട്ട് വരാം. ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജിൽ നിന്നുള്ള ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യുകയാണ്. ദെൻ ഇവിടെ കാണാൻ പറ്റും വേറൊരു മെത്തേഡിനെ കോൾ ചെയ്യുന്ന വെരിഫൈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ മെത്തേഡ്സ് ഒക്കെ വരുന്നത് നമ്മൾ രണ്ടാമത്തെ ഈ ഒരു ക്ലാസ്സിലാണ്. ഓക്കെ, അതിന് മുന്നേ ഇവിടെ ഒന്നുകൂടെ പറയാം. ഇവിടെ മറ്റൊരു മെത്തേഡിനോട് കോൾ ചെയ്യുന്നുണ്ട്, സെർച്ച് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. അതും ഈ ഒരു പേജ് ഫാക്ടറി ക്ലാസ് എന്നുള്ള ക്ലാസ് ഫയലിനകത്താണ്. അങ്ങോട്ട് നമ്മൾ ഹെഡ്ഫോൺ എന്നൊരു വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ക്ലാസ്സിലോട്ട് വരാം. ഇതാണ് പേജ് ഫാക്ടറി ക്ലാസ്. ഇവിടെയാണ് പേജ് ഫാക്ടറി എന്താന്ന് കാണിക്കുന്നത്. ഇവിടെ കണ്ടോ, വെബ് ഡ്രൈവറിന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം വരുന്നത്. നമ്മൾ ഇത്ര നാളും പഠിച്ച പ്രോഗ്രാമിൽ എങ്ങനെയായിരുന്നു എലമെന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് സംതിങ് ID ഓർ നെയിം അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കും അല്ലേ. അതിന് പകരമായിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു സിൻടാക്സ് ആണ് ഫോളോ ചെയ്യുക. ഈ ഒരു അനോട്ടേഷൻ യൂസ് ചെയ്യാണ്. നമ്മളിതിനെ അനോട്ടേഷൻ എന്നാണ് പറയുക. @find by ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ID ആണെങ്കിൽ ID, നെയിം ആണ് നെയിം, നിങ്ങൾക്ക് എന്താണ് ലൊക്കേറ്റർ യൂസ് ചെയ്യുന്നത് അത് കൊടുക്കുക. ദെൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂ കൊടുക്കുക. ഇപ്പോൾ ID to tab source text box എന്നാണ്. ഇവിടെ ഈ ഒരു സോഴ്സ് ബാർ ഉണ്ടല്ലോ, അതിന്റെ ID അത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് കിട്ടിയ പേരാണ്. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കണ്ടോ ID വന്നേക്കുന്നത്, ആ ID ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദെൻ നമുക്ക് അതിനൊരു പേര് കൊടുക്കണം. വെബ് എലമെന്റ് ആണല്ലോ, സോ വെബ് എലമെന്റ് സെർച്ച് ബോക്സ് എന്നാണ് ഞാൻ അതിന്റെ പേര് കൊടുത്തേക്കുന്നത്. സോ അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ID യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ രണ്ടാമത് മറ്റൊന്ന് നമുക്കിവിടെ ഇന്ത്യ എന്ന് വെരിഫൈ ചെയ്യേണ്ടത്, ഇന്ത്യ ആ ടെക്സ്റ്റ് അതും ഒരു ID ആണ്. അതിന്റെ പേര് ഗ്ലോ ഇൻഗ്രസ് ലൈൻ 2 എന്ന് പറഞ്ഞൊരു ID ആണ്. ദെൻ അതിന്റെ വെബ് എലമെന്റ് പേര് കൊടുത്ത് കൺട്രി എന്നാണ് ഞാൻ കൊടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള പേര് വെബ് എലമെന്റ് കൊടുക്കാം. ഓക്കെ, ഇതാണ് പേജ് ഫാക്ടറിയുടെ ഒരു പോർഷൻ മെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇനിറ്റ് എലമെന്റ്സ് യൂസ് ചെയ്യണം. സോ അത് കൊടുക്കുന്നത് നമ്മുടെ ഈ പേജ് ഫാക്ടറിയുടെ ഈ ഒരു കൺസ്ട്രക്ടർ ഉണ്ടല്ലോ,
ഈ ഒരു കൺസ്ട്രക്റ്റിനുള്ളിലാണ് കൊടുക്കുക. സോ ദിസ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് ഡ്രൈവർ എന്ന് പറഞ്ഞ് നമ്മളതിനെ ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യുകയാണ്. ദെൻ ഇനിറ്റ് എലമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ മെത്തേഡ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന ഇനിറ്റ് എലമെന്റ്സിന്റെ മെത്തേഡ് ഇൻവോക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇതൊക്കെ മാൻഡേറ്ററി ഉള്ള കാര്യങ്ങളാട്ടോ പറയുന്നത് ഈ ഒരു പേജ് ഫാക്ടറി ക്ലാസ്സിനകത്ത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ മെത്തേഡ്സ് നമ്മൾ മറ്റേ പേജ് ഫാക്ടറി മെയിനിൽ നമ്മൾ 2 മെത്തേഡ്സിനെ കോൾ ചെയ്തില്ലേ. ഫസ്റ്റ് മെത്തേഡ് പേരിഫെർ ടെക്സ്റ്റ്, ആ ഒരു മെത്തേഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാണ് ഇഫ് കൺട്രി ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. സോ വാട്ട് ഇസ് കൺട്രി? കൺട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐ ഡി യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇന്ത്യ എന്നുള്ള ടെക്സ്റ്റ് ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ആ ഒരു എലമെന്റ് ഇപ്പോൾ ഇവിടെയുണ്ട്, കൺട്രി എന്നുള്ള ആ ഒരു ലൊക്കേറ്ററിലുണ്ട്. സോ അത് ആ വെബ് എലമെന്റിനകത്തുണ്ട്. സോ അത് ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ഇന്ത്യ എന്നുള്ളത് ഈക്വൽ ആണ് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ കൺട്രീസ് ആസ് എക്സ്പെക്ടഡ് എന്ന് പറഞ്ഞ് നമ്മുടെ കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കൺട്രീസ് നോട്ട് എക്സ്പെക്ടഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതുപോലെ ഇവിടുത്തെ രണ്ടാമത്തെ മെത്തേഡാണ് സെർച്ച് വാല്യൂ എന്ന് പറഞ്ഞ് അതിലോട്ട് നമ്മുടെ ഹെഡ്ഫോൺ എന്നൊരു വാല്യൂ ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് സെർച്ച് വാല്യൂ എന്നുള്ള മെത്തേഡ്. ഇവിടെ ആ ഹെഡ്ഫോൺ എന്നുള്ള വാല്യൂ ഇവിടെ വാല്യൂ എന്നുള്ള വേരിയബിളിലോട്ട് സ്ട്രിംഗ് വാല്യൂ ആണ് റിസീവ് ആകുന്നു. ദെൻ അത് ഈ സെർച്ച് ബോക്സ് എന്നുള്ള ഈ ഒരു വെബ് എലമെന്റിലോട്ട് എൻറ്റർ ചെയ്ത് സെൻഡ് കീസ് യൂസ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ക്ലിക്കിംഗ് ഓൺ എൻറ്റർ കീ, അപ്പോൾ അത് പ്രസ് ആകുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. പിന്നെ ഇത്രയും പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യണം. അതുപോലെ പേജ് ഫാക്ടറി മെയിനകത്ത് വരുന്നത് ഇത്രയും പാക്കേജസ് ആണ്, അതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് പേജ് ഫാക്ടറി മെയിൻ ക്ലാസ് ആണ് റൺ ചെയ്യേണ്ടത്. നമ്മുടെ വെബ് പേജ് ലോഡായിട്ടുണ്ട്, മാക്സിമൈസ് ആയി. ഇപ്പോൾ അത് ഇന്ത്യ എന്നുള്ള വെരിഫൈ ചെയ്തു. ഇപ്പോൾ അത് ഹെഡ്ഫോൺ അവിടെ ടൈപ്പ് ചെയ്തു, എൻ്റർ കീ പ്രസ്സായി. ഇതാണ് നമ്മുടെ എക്സിക്യൂഷൻ നടന്നിരിക്കുന്നത്. നമ്മുടെ എക്ലിപ്സിലൂടെ തിരിച്ചു പോവാം. കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട് കൺട്രീസ് ആസ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് കൺട്രി ഇന്ത്യ എന്നുള്ള ടെക്സ്റ്റ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് കൺട്രീസ് ആസ് എക്സ്പെക്റ്റഡ് എന്ന് വന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ പേജ് ഫാക്ടറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പേജ് ഫാക്ടറി യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, മറന്നു പോകരുത്. ഇതാണ് എൻ്റെ സിൻടാക്സ്. അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഫൈൻഡ് ബൈ എന്നുള്ള ഒരു അനോട്ടേഷൻ യൂസ് ചെയ്യുക. അതുപോലെ ഇൻറ്റ് എലമെന്റ്സ് മെത്തേഡ് യൂസ് ചെയ്യുക.